ദീപാവലി ആഘോഷങ്ങൾക്ക് പിന്നാലെ രാജ്യതലസ്ഥാനം വിഷപ്പുകയാൽ നിറഞ്ഞിരിക്കുകയാണ്. ദീപാവലിക്ക് സുപ്രീം കോടതി 2 മണിക്കൂർ ഹരിതപ്പടക്കങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയിരുന്നു. പക്ഷേ ആ നിയന്ത്രണങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് രാത്രി വൈകിയും പടക്കങ്ങൾ പൊട്ടിച്ചതാണ് ഇപ്പോൾ വായു ഗുണനിലവാരം വളരെ മോശം അവസ്ഥയിലെത്താൻ കാരണം. 360ഉം 400ഉം കടന്ന് ഡൽഹിയിലെ വായു മലിനീകരണത്തിൻ്റെ തോത് അത് അനുദിനം ഉയരുകയാണ്. കാലാവസ്ഥ നോക്കുമ്പം കേരളത്തെ അപേക്ഷിച്ച് വളരെ മോശമാണ്. വായു മലിനീകരണവും അതുപോലെ സ്മോഗും കാരണം പല ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പല കെട്ടിടങ്ങളും കാണുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യ ഗേറ്റ് കാണാൻ വന്നതാണ്. അപ്പം അതും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല ഈ സ്മോഗൊക്കെ കാരണം. കൂടുതലും പടക്കങ്ങളും മറ്റുള്ള പൊട്ടിച്ചുള്ള ഇതാണ്. പിന്നെ കൂടുതലും വാഹനങ്ങൾ, അതുകൊണ്ടാണ് ഡൽഹിയിൽ വന്നിട്ട് ലിമിറ്റഡ് ആക്കുന്നത്. 10 വർഷം കഴിഞ്ഞുള്ള വെഹിക്കിളെല്ലാം ബാൻ ചെയ്യുന്നത്. ഡീസൽ മാക്സിമം, പെട്രോൾ ഇപ്പം വന്ന് മാക്സിമം അവർ CNGയും ഇലക്ട്രിക്കൽ വാഹനങ്ങളും കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ബാക്കി അപേക്ഷിച്ച് നാട്ട് ബെറ്റർ. വായുമലിനീകരണം കാരണം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഡൽഹിയിലെ ജനങ്ങൾ നേരിടുന്നത്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കാരണം ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായിട്ടുണ്ട്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നതാണ് ഡോക്ടർമാർ നൽകുന്ന നിർദ്ദേശം. വല്ലപ്പോഴും മാത്രം ഇത്രയേറെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഡൽഹിയിൽ 60 വയസ്സ് കഴിഞ്ഞവർ പുറത്തിറങ്ങുകയും ചെയ്യുന്നത്. हमें विश्वास की बहुत ज़्यादा प्रॉब्लम, बहुत दिक्कत होती है. पटाखे जलते हैं, फलाली जलती है, बहुत ज़्यादा प्रदूषण है, तो बहुत ज़्यादा दिक्कत होती है. बाहर नहीं निकलते, आज बस निकले ही हैं जरा, नहीं तो बिल्कुल भी बाहर नहीं निकलते हम. വായു മലിനീകരണത്തെ ചൊല്ലി രാഷ്ട്രീയ പോരും ശക്തമാണ്. ദീപാവലിക്ക് പടക്കങ്ങൾ പൊട്ടിച്ചതല്ല, മറിച്ച് മുൻ ആം ആദ്മി സർക്കാരും പഞ്ചാബിലെ ആം ആദ്മി സർക്കാരുമാണ് മലിനീകരണത്തിന് കാരണമെന്ന് BJP വാദമുന്നയിച്ചു. ദീപാവലിയെ കുറ്റം പറയുന്നതിന് ഹിന്ദുത്വത്തെ കൂട്ടുപിടിക്കുകയാണ് ഡൽഹിയിലെ BJP സർക്കാർ. ആര് തന്നെ വന്നാലും, മുൻ സർക്കാരായാലും ഇപ്പോഴത്തെ സർക്കാരായാലും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന പരാതിയും ശക്തമാണ്. पोल्यूशन बहुत ज़्यादा है, इतनी परेशानी हो रही, बहुत ज़्यादा सांस लेने में दिक्कत हो रही, खांसी आ रही है. ये सरकार को चाहिए कि इस पर कुछ कड़े कदम उठाए. जो भी सरकारें आती हैं बस खाना पूर्ति करती हैं, इधर से उधर कुछ नहीं करती. कोई सरकार नहीं करती, जो भी आती चली जाती है, कोई सरकार नहीं करती. सरकार को इस पर कड़े कदम उठाने चाहिए. पटाखे तो चलते ही हैं थोड़े बहुत, लेकिन वो भी कम होना चाहिए. ഡൽഹിയിലെ വിഷപ്പുക മാറാൻ എത്ര നാൾ എടുക്കുമെന്നതിൽ ആർക്കും ഒരു വ്യക്തതയില്ല. പല മാർഗങ്ങളും ഡൽഹി സർക്കാർ തേടുന്നുമുണ്ട്. വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ കൃത്രിമ മഴ പെയ്തേക്കാം. പക്ഷേ ഇത് എത്രത്തോളം ഫലം കാണുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.